നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെക്കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കള്ളസത്യം ചെയ്യരുതെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തു എന്നുള്ളത് 10 കൽപ്പനയിലെ ഒരു കൽപ്പനയുടെ കാര്യമാണ്. എന്നാൽ കള്ളസത്യം ചെയ്യരുത് എന്നൊരു കൽപ്പന 10 കൽപ്പനയിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. 10 കൽപ്പനയുള്ളത് എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്നാണ്. ദൈവനാമം വൃഥാ എടുക്കുന്നവർ കള്ളസത്യം ചെയ്യുകയാണ്. എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ളത് യഹൂദന്മാർ ചിന്തിച്ചതും പഠിപ്പിച്ചതും യഹോവ എന്ന് എപ്പോഴും പറയരുത്. അത് അവർ ലോപിച്ച് യാഹ് പകുതി മാത്രം പറയാനിടയായി. എലോഹിം എന്ന് പറയരുത്, അതിലെ ഏല് മാത്രം പറയാനിടയായി. അവർ പറഞ്ഞു ദൈവം എന്ന് തന്നെ പറയണ്ട, പകരം സ്വർഗം എന്ന് പറഞ്ഞാൽ മതി. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്നല്ലേ മുടിയനായ പുത്രൻ പറഞ്ഞത്. എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്ന് ഉള്ളതിൻ്റെ അർത്ഥം സത്യം ചെയ്യുന്ന കാര്യമാണ്. നാമം എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, അല്ലെങ്കിൽ ദൈവത്വം എന്നാണ്. പല ആളും വിചാരിക്കുന്ന നാമം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ പേരിന് നാമം എന്ന് പറയുന്നു എന്ന് നിഘണ്ടുവിൽ നമുക്ക് വായിക്കാൻ കഴിയും. പക്ഷേ ബൈബിളിനൊരു ഭാഷയുണ്ട്. ബൈബിൾ അനുസരിച്ച് നാമം എന്ന് പറഞ്ഞാൽ അത് ദൈവത്വം എന്നാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്വം വിശ്വസിച്ച് എന്നെ ആരാധിക്കാൻ വരുന്നവരുടെ മധ്യം ഉണ്ടെന്നാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കണം. യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വല്ലോടെ അതോലോടെയും പൂലോടെയും മുഴങ്ങാൽ മടങ്ങും എന്ന് പറഞ്ഞാൽ യേശു ദൈവത്വം തെളിയിച്ചുകൊണ്ട് വരുമ്പോൾ സ്വല്ലോരും അതോലോരും പൂലോരും തന്റെ മുമ്പാകെ മുട്ടുമടക്കും എന്നാണ്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിലെ ആ മുടന്തന് പത്രോസ് സൗഖ്യം നൽകിയപ്പോൾ പറഞ്ഞത്, വെള്ളിയും പൊന്നുമില്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പിന്നീട് അതേക്കുറിച്ച് ഓടിക്കൂടി ആളുകളോട് പത്രോസ് പറഞ്ഞത്, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ ഈ ബലഹീന മനുഷ്യന് ആരോഗ്യമുണ്ടാകാൻ കാരണമായി. യേശു ദൈവം എന്നവൻ വിശ്വസിച്ചു, അതിനാൽ അവന് ആരോഗ്യമുണ്ടായി എന്നാണ്. കൊരിന്തിൽ സുവിശേഷം അറിയിക്കാൻ പൗലോസ് ചെന്നപ്പോൾ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ പ്രക്ഷോഭത്തെ ഒതുക്കാൻ പട്ടണോമേനവും വന്നപ്പോൾ ജനങ്ങള് പറഞ്ഞു, ഇവർ യേശു ദൈവം എന്ന് പറയുന്നു. അപ്പോൾ പട്ടണോമേനവും പറഞ്ഞത്, നാമങ്ങളെക്കുറിച്ച് ആണെങ്കിൽ അതിന് ന്യായാധിപനാകാൻ ഞാൻ യോഗ്യനല്ലെന്നാണ്. ആരാണ് ദൈവമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വം എന്നാണ്. അതായത് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ. ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും നീതിമാനും ന്യായാധിപനുമാണ്. ഒരാൾ ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം, യഹോവ സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയും നീതിമാനും ന്യായാധിപതിയുമായ ദൈവമാണെങ്കിൽ ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തു അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയുന്നത് കള്ളമാണെങ്കിൽ അത് കള്ളസത്യമാണ്. അഥവാ അവൻ ദൈവനാമം വൃഥാ എടുക്കുകയാണ്. പുസ്തകം 5:1 പ്രകാരം സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതിരുന്നാൽ അവൻ കള്ളസാക്ഷിയാണ്. അവൻ ദൈവനാമം വൃഥാ എടുക്കുകയാണ്. പണ്ട് സത്യം ചെയ്യിക്കുമ്പോൾ
യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക എന്നാണ് പറയുന്നത്. അതായത് യഹോവ ദൈവമാണെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ സർവജ്ഞാനിയുടെ മുമ്പാകെ സത്യം പറയുക എന്നാണ് അർത്ഥം. യെരിഹോവിൽ നിന്നും മോഷ്ടിച്ച ആഖാനോട് യോശുവ അങ്ങനെയാണ് പറഞ്ഞത്, നീ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് സത്യം പറയുക. യേശുവിനാൽ സൗഖ്യം പ്രാപിച്ച പറവി കുരുടനെ വിസ്തരിക്കുമ്പോൾ യഹൂദന്മാർ ഉപയോഗിച്ചതും ഈ പ്രയോഗമാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. യോഹന്നാൻ സുവിശേഷം 9:24. യേശുക്രിസ്തുവിന്റെ വിസ്താര വേളയിൽ മഹാപുരോഹിതൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ ചോദിക്കുന്നു എന്നാണ് മത്തായിയുടെ സുവിശേഷം 26:63. അതായത് യഹോവ ദൈവമെങ്കിൽ ആ സർവജ്ഞാനിയുടെ മുൻപാകെ നീ പറയുക, നീ ദൈവപുത്രനോ? യേശു പറഞ്ഞു, ഞാനാകുന്നു. അപ്പോഴാണ് അദ്ദേഹം വസ്ത്രം കീറിയത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ നിലവാരമാണ് ഇവിടെ മത്തായി 5:23 മുതൽ യേശു പറയുന്നത്. സത്യം ചെയ്യരുത്, നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നോ ഇല്ല എന്നോ മാത്രമായിരിക്കണം. അല്ലാതെ ഞാൻ ദൈവത്തെ കൊണ്ട് പറയാം, ഞാൻ സ്വർഗത്തെ കൊണ്ട് ആണയിട്ട് പറയാം, ഞാൻ യെരൂശലേമിനെ കൊണ്ട് പറയാം, ഞാൻ ദേവാലയത്തെ കൊണ്ട് പറയാം, അല്ല എൻ്റെ തലയെ കൊണ്ട് പറയാം. നോ, ഒരു വിശ്വാസി, രക്ഷിക്കപ്പെട്ടവൻ, അവനൊരു വാക്കേ പാടുള്ളൂ. കാരണം അവൻ ദൈവപൈതലാണ്. ദൈവത്തിൻ്റെ സ്വഭാവം അവനിലുണ്ടായിരിക്കണം. അവൻ കള്ളം പറയാൻ പാടില്ല. ദൈവം നേരുള്ളവനാണ്. അതുകൊണ്ട് ഞാനൊരു ദൈവപൈതലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുത്തില്ല. അല്ലാതെ അതിന് പിന്നെ ദൈവം സത്യമാണെങ്കിൽ, യഹോവ പിന്നെ ദൈവമാണെങ്കിൽ, യേശു ദൈവമാണെങ്കിൽ എന്നൊന്നും ആ പൊടിപ്പും തൊങ്ങലിൻ്റെയും ആവശ്യം ഇല്ല. അങ്ങനെ പറയാൻ ആളുകൾ ശ്രമിച്ചാൽ അത് അവൻ ശരിയല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. പരീശന്മാർ ദൈവത്തെ കൊണ്ടും ദേവാലയത്തെ കൊണ്ടും യാഗപീഠത്തെ കൊണ്ടും യെരൂശലേമിനെ കൊണ്ടും സ്വന്തം തലയെക്കൊണ്ടും ഒക്കെ സത്യം ചെയ്യുന്നവരായിരുന്നു. അത് കള്ളസത്യവുമായിരുന്നു. യേശു പറഞ്ഞത്, നിങ്ങൾ അവരെ പോലെ ആകരുത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അവർ നേരുള്ളവരായിരിക്കണം. നേരുള്ളവർ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അവർ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവരായിരിക്കണം. കാരണം യേശു സത്യമാണ്. നമുക്കൊരു വാക്ക് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് പിന്നെ തിരുത്തി പറയാൻ, മറിച്ചു പറയാൻ ഒന്നും ഇടയാകരുത്. സത്യം മാത്രം സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ കൈക്കൊണ്ട ആളുകൾക്ക് അത് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ നിലവാരം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.